ഭരണമാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജനങ്ങളെല്ലാം മടുത്തു. 10 വർഷമായില്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇനിയിപ്പോ ഒരു മാറ്റം എപ്പോഴും നല്ലതാണ്. കോൺഗ്രസ് വരാനാണ് എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത്. UDF ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാറ്റം ഉണ്ടാവും. ഇവിടുത്തെ ഭരണം ശരിയില്ല, ആരും സാറ്റിസ്ഫൈഡ് അല്ല. മടുത്തോന്ന് ചോദിച്ചാൽ മടുത്ത് ഇനിയിപ്പോ അത് കൂടുതൽ മടുക്കാൻ തന്നെ ഇരിക്കുന്നത്. ജീവിതം തന്നെ മടുത്ത്. 10 കൊല്ലം പാല് വലിച്ചില്ലേ, ഇത് മാറി പഠിക്കട്ടെ. ഏപ്രിൽ 9 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും CPM, LDF, BJP എന്നീ 3 ഘടകകക്ഷികളും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് ഒരുങ്ങുകയാണ്. അത് മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്നുള്ള പലരെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ രംഗത്തിറങ്ങുന്നതുമുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആര് വരണം എന്നുള്ളത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അവരോട് ചോദിക്കാം. ഭരണമാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജനങ്ങളെല്ലാം മടുത്തു, അങ്ങേയറ്റം മടുത്തു നിൽക്കുന്ന സമയമാണ്. അത് ഭരണമാറ്റം വരണമെന്ന് തന്നെയാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്ത് തോന്നുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? എന്താണ് ഒരു വെറൈറ്റി ഉണ്ടാവും. ഭരണമാറ്റത്തിന് സാധ്യത തീർച്ചയായും. 10 വർഷമായില്ലേ നമ്മൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് വല്ലതും പറയടാ. BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള BJP കേരളത്തില് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയിപ്പോ ഒരു മാറ്റം എപ്പോഴും നല്ലതാണ്. കോൺഗ്രസ് വരാനാണ് എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അവര് എന്നു പറഞ്ഞ ഇപ്പൊ ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കണില്ല ഈ ഭരണം ചെയ്തായിരുന്നു. കഴിഞ്ഞ ഭരണത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബോധ്യം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അതിന് ഉൾക്കൊള്ളുകൊണ്ട് ഇതൊരു പുതിയ ഒരു ഉണ്ടെങ്കിൽ UDF ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. BJP ഒരു അടുത്തടുത്ത് വരുന്നുണ്ട്. 2 സീറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മാറ്റം ഉണ്ടാവും. ഇവിടുത്തെ ഭരണം ശരിയില്ല, ആരും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ചാൻസ് കുറവാണ്. ഇപ്പോ അടുത്തത് ഇനി UDF സർക്കാർ നിലവിൽ വരും എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? എന്നാ തോന്നാനാ, പൊട്ടിപ്പൊളിഞ്ഞു പോവും. എന്ത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു? ഈ രാഷ്ട്രീയക്കാർ ഇത്തോടത്തെ പരാജയമായി പോവും. ആരായിരിക്കും പുതിയ ഇനി വരാനിരിക്കുന്ന ഭരണം നല്ല ഭരണം കാഴ്ചവെക്കുന്ന വിശ്വാസമുള്ളവര് ജനങ്ങൾ തീരുമാനിക്കും. നമ്മളല്ലല്ലോ, ഓരോരുത്തർ ജനങ്ങൾ തീരുമാനിക്കും നല്ല ഭരണം ആര് വരണം എന്നുള്ളത്. ജനം തീരുമാനിക്കട്ടെ. ജനത്തിന്റെ ഭരണമാറ്റത്തിന് സാധ്യത ഉണ്ട്. മടുത്തോന്ന് ചോദിച്ചാൽ മടുത്ത് ഇനിയിപ്പോ അത് കൂടുതൽ മടുക്കാൻ തന്നെ ഇരിക്കുന്നത്. ജീവിതം തന്നെ മടുത്ത് ഇനിയിപ്പം മടുക്കാൻ തന്നെ ഇരിക്കുന്നത്. കോൺഗ്രസിന് ചാൻസ് ഉണ്ട്. BJP സീറ്റും പിടിക്കും. സിനിമാ മേഖലയൊക്കെ പോട്ടെ. സിനിമാ മേഖല കളിപ്പീരല്ലേ. രാഷ്ട്രീയക്കാരൻ നല്ല നല്ല പിള്ളേരെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ ഇറക്കിയ പിള്ളേര് ജയിക്കണം, അത്രേ ഉള്ളു. സാധ്യത തീരെ കുറവാണ്. കുറവാന്ന് പറഞ്ഞാൽ അവരുടെ ഭരണത്തിലുള്ള ജനങ്ങൾക്കുള്ള ഒരു ഇത്. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അവർക്ക് ഭൂരിപക്ഷം മേടിക്കാം. അവർ ഇങ്ങനെ തമ്മിൽ തല്ലായിരുന്നാൽ മതി. അവർ BJPക്കും ചാൻസ് ഉണ്ട്. സീറ്റ് തീർച്ചയായിട്ടും കുറയും. അത് ജനങ്ങൾക്ക് അവരോടുള്ള ഒരു മൂന്നാമത്തെ ഇത് വന്നു കഴിഞ്ഞപ്പം അവർക്ക് രണ്ടാമത്തെ ഇതിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യത്തെ ഇതിലൊക്കെ നല്ല ഇതായിരുന്നു. രണ്ടാമത്തേതിൽ അവർ ഭരണം തീരെ മോശമായിരുന്നു. അത് ജനങ്ങൾക്ക് അതെ ഭരണം BJP പറ്റണേ, അവർക്കും അധികാരം കിട്ടണ്ടേ. അപ്പം ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടില്ലേ എന്തേരം മാറ്റം വന്ന അവിടെ. BJP വരണം, നമ്മളിവിടെ ഭരിക്കാം, എന്നാലേ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുള്ളൂ. മാറണം, അത് മാറിയേ പറ്റൂ. ഇത്തവണ BJP നേടും. BJP അല്ലാണ്ട് പിന്നെ വേറെ ആരും നേടാനാ? ആര് ഭരിച്ചാലും ഗതികേടുകൾക്ക് ഇത് തന്നെയാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും LDF ആയാലും ജയിച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ പണിയെടുക്കണോ അത് ജീവിക്കാം. തെരഞ്ഞെടുപ്പിന് മാറ്റം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സീറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട്, മുന്നേറ്റം ഉണ്ടാവാം. അത് വേറൊന്നും കൊണ്ടുമല്ല, LDF സർക്കാരിനോടുള്ള വിരോധം കൊണ്ട്. ഉറപ്പായിട്ടും കണ്ടിടത്തോളം UDF വരാൻ